മുഹബത്തിൻ പട്ടുറുമാൽ. രചന ഫൗസിയ നൌഷാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹാരി പുഞ്ചിരിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി. പെട്ടെന്ന് എന്തോ കണ്ട പോലെ അവൻ തലയുയർത്തി നോക്കി. പടച്ചോനെ, പൊന്നുവിന്റെ മഞ്ഞ ടോപ്പിൽ ചോരത്തുള്ളികൾ. അവൾ അറിഞ്ഞു കാണില്ല. ഇപ്പൊ എങ്ങനെയാ അവളോട് ഇത് പറയാ? നൈഷിനോട് സംസാരിക്കാം. നൈഷു, നിന്നെ മേസ തിരക്കിയിരുന്നു, ഒന്ന് പോയിട്ട് വരാം. ഹാരി പറഞ്ഞു. ഞാനങ്ങോട്ട് നടക്കാടി, നീ അങ്ങ് വന്നേക്ക്. ഞാൻ പറഞ്ഞു. നൈഷു ഹാരിയുടെ അടുത്തേക്ക് വന്നു. അവനവളെ മാറ്റി നിർത്തി. ഡി, അതെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അത് പിന്നെ എന്താ എന്താ ഹാരി? അത് പൊന്നുവിന്റെ ടോപ്പിൽ ബ്ലഡ്. നൈഷു ഒന്ന് ഞെട്ടി. ആടി, നീ അവളോടൊന്നും പറഞ്ഞേക്ക്. വാഷ്റൂമിൽ ചെല്ലാം, വീട്ടിൽ ഞാൻ കൊണ്ടാക്കാം. ഹാരി പറഞ്ഞു കേട്ട് നൈഷാന ഫഹിമയുടെ അടുത്ത് വന്നു. ആഹാ, നീ ഇത്ര പെട്ടെന്ന് വന്നോ? അതെ എടി, ഞാനൊരു കാര്യം പറഞ്ഞാ നീ ടെൻഷൻ ആവരുത്. എന്താടി? ഞാൻ ഞെട്ടി. അത് പിന്നെ നിന്റെ ടോപ്പിൽ ബ്ലഡ്. ഞാൻ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി. നിനക്ക് പീരീഡ്സ് ആണോ? അല്ലടി, ക്രമം തെറ്റിയാണെന്ന് തോന്നുന്നു. ഡേറ്റ് ആയിട്ടില്ല. എന്നാ നീ വാ, വാഷ്റൂമിൽ പോയിട്ട് വരാം. ഹാരി നിന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഹാരിയോ? അതേടി, നീ നെർവസ് ആവണ്ട. അവനൊരു പെങ്ങളുള്ളതാ, അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ അവന് മനസ്സിലാവും. നീ വന്നേ. നൈഷുവും ഞാൻ വാഷ്റൂമിലേക്ക് നടന്നു. ഒന്ന് വൃത്തിയായി വന്നു. ഊഹം ശരിയാണ്, ക്രമം തെറ്റി മാസമുറയായിരിക്കുന്നു. ഒരു മാസത്തിൽ ഇത് 2ാം തവണയാണ്. എന്തൊരു പരീക്ഷണമാണ് പടച്ചോനെ. ഒരു സൂചന പോലും തരാതെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയായ എന്താ ചെയ്യാ? അപ്പൊ ഹാരിയാണോ കണ്ടത്? വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞാൻ നാണം കെട്ടേനെ. അല്ല, എന്തിനാ നാണക്കേട്? ഇത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഒരു പെണ്ണ് അമ്മയാവുള്ള ശുദ്ധികാശമല്ലേ? പ്രായപൂർത്തിയായില്ലെങ്കിൽ പറയും അവള് പെണ്ണല്ലെന്ന്. ഇതിന്റെ കഷ്ടതകൾ അനുഭവിച്ചല്ലേ അറിയൂ. നൈഷുവുമായി ഹാരിയുടെ അടുത്ത് വന്നു. ഒന്നു, നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ വീട്ടിലാക്കാം, റെസ്റ്റ് എടുക്കണം. താൻ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ നാണക്കേടൊന്നും വിചാരിക്കണ്ട കേട്ടോ. എനിക്കൊരു അനിയത്തിയുണ്ട്, ഹന്ന. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കഷ്ടതകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയവും ചമ്മലൊക്കെ മാറി. ഹാരി അവൻ്റെ ബൈക്കിൽ എന്നെ വീട്ടിലാക്കി. പിന്നെ എടി, വീട്ടുകാർ വാതിൽ ലോക്ക് ചെയ്തേക്കണം. തുറന്നിട്ടിട്ട് പോയി കിടന്നുറങ്ങരുത്. നന്നായിട്ട് വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കേട്ടോ. ഇക്കയെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഹാരി പറഞ്ഞു. ആ ശരി ഡോക്ടർ സാറേ, എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ. ഹാരി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് മടങ്ങി. എനിക്കെന്തോ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി. ഏതൊരു പെണ്ണിന് ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ വളരെ ആശ്വാസമായിരിക്കും. അവൾ കരുതൽ വല്ലാതെ കൊതിക്കുന്ന ഒരു സമയമായിരിക്കും അത്. ഞാൻ അകത്തേക്ക് കയറി വാതിലടച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി വന്ന് കിടന്നു. സമയം വൈകിട്ട് 3 മണി കഴിഞ്ഞിരുന്നു. ഫൈസൽ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി. കയ്യിലുള്ള സ്പെയർ കീ വെച്ച് വാതിൽ തുറന്നു. ഫഹിമ നേരത്തെ വന്നല്ലോ, ചെരുപ്പ് കിടപ്പുണ്ട്. എന്നിട്ട് ആളുടെ അനക്കൊന്നുമില്ലല്ലോ. അവൻ അവളുടെ മുറിയിൽ വന്നു. അവൾ നല്ല മയക്കത്തിലാണ്. ഈ സമയത്ത് ഇങ്ങനൊരു പതിവില്ലല്ലോ. എന്താ സംഭവം? ഫൈസൽ പതിയെ എൻ്റെ ദേഹത്ത് തട്ടി. പൊന്നു, ഇക്കയുടെ ശബ്ദം കേട്ട് ഞാൻ കണ്ണുറന്നു. എന്താ മോളു, ഇന്ന് നേരത്തെയാണല്ലോ? വയ്യക്ക, സുഖമില്ലാണ്ടായി. ഓ, അതിൻ്റെ ക്ഷീണാണല്ലേ? വെള്ളം കുടിച്ചോ? ഇല്ല. ആ, നല്ല ആളാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സമയം വെള്ളം ധാരാളം കുടിക്കണമെന്ന്. വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ വയറ്റിൽ ബ്ലഡ് കട്ടിയായിട്ട് പുറത്തേക്ക് പോകും. അപ്പോഴാ വയറുവേദന ഉണ്ടാവുന്നത്. നല്ലപോലെ വെള്ളം കുടിച്ചാൽ ഒന്നും ഉണ്ടാവില്ലടാ. ഫൈസലിക്ക് അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. തിരികെ വന്നപ്പോൾ കയ്യിലൊരു ഹോട്ട് വാട്ടർ ബാഗും ഫ്ലാസ്കിൽ വെള്ളവും. ഫ്ലാസ്കിലുള്ളത് സാധാ വെള്ളമല്ല കേട്ടോ, ജീരകവും ഉലുവയും പിന്നെ എന്തൊക്കെയായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. വയറുവേദന പമ്പടക്കും. ആ എണീറ്റ്, ഇത് കുടിച്ചിട്ട് കിടന്നാൽ മതി. വേണ്ടാത്തോണ്ടല്ലേ ഇക്ക? അയ്യടി, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മര്യാദ എണീറ്റേ. ഒരു വിധത്തിൽ എഴുന്നേൽപ്പിച്ച് വെള്ളം കൊടുത്തു. വീണ്ടും അതേ കിടപ്പ്. എൻ്റെ പൊന്നു, ഇത് ചെറിയ ചൂടേ ഉള്ളൂ, വയറ്റിൽ വെച്ചോ. എനിക്കങ്ങ് വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി? വേദന മാറണ്ടേ? എന്നാ പിന്നെ ഇക്കങ്ങ് ചെയ്താ. ഇങ്ങനൊരു മടിച്ചിക്കോത. ഫൈസലിക്ക് തന്നെ അതും ചെയ്തു തന്നു. എനിക്കതിലൊരു നാണക്കേടും തോന്നിയില്ല. കാരണം എൻ്റെ ഇക്കയല്ലേ. എനിക്ക് ഉമ്മയായിട്ടുള്ളത് എൻ്റെ ഇക്കയാണ്. ഇതിലും വലുത് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഫൈസലിന് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എത്ര വളർന്നാലും പൊന്നു എൻ്റെ കുഞ്ഞിപ്പങ്ങൾ തന്നെയായിരിക്കും. അതിനപ്പുറം മറ്റൊരു കണ്ണുകൊണ്ട് ഒരിക്കലും അവളെ കാണാൻ കഴിയില്ല. ഉമ്മയില്ലാത്തതിൻ്റെ വിഷമം എൻ്റെ പെങ്ങൾ അറിയരുത്. എനിക്കത്രേ ഉള്ളൂ. എന്നാലേ എൻ്റെ മോള് റെസ്റ്റ് എടുക്ക്. ഞാൻ ഫ്രഷായിട്ട് ഫുഡായിട്ട് വരാം, ഫൈസലിക്ക് പറഞ്ഞു. എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം തോന്നിക്കാം. എന്തിനാടാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളുടെ മുന്നിൽ കിടന്ന് ബഹളം വെച്ച് ക്ഷീണിച്ചു വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ കൂടി. അതിനാണോ? എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല പൊന്നൂസേ. എൻ്റെ മോള് അതൊന്നോർത്ത് വിഷമിക്കണ്ട. അല്ല ഇക്ക, അത് പിന്നെ നീ എന്തിനാടി ഉരുണ്ടളിക്കുന്നത്? എന്നോട് എന്തെങ്കിലും പറയണ്ടോ? അത് പിന്നെ
ഇക്കാക്ക് ഇപ്പോൾ പ്രായേറി വരികയല്ലേ? പ്രായേറി വരിക? എനിക്കത് 25 വയസ്സല്ലേ ഉള്ളൂ. അത്രയുമില്ലേ? ഇനിയെങ്കിലും ഒരു വാക്ക് കഴിക്കണ്ടേ? ഓഹോ, അതായിരുന്നു. ഷോ, ഈ കൊച്ചിൻ്റെ ഒരു കാര്യം. എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്നേ. അയ്യടാ, ഇനി മൂക്കിൽ പല്ല് വരുമ്പോൾ കെട്ടാനായിരിക്കും മോൻ്റെ തീരുമാനം. ഞാനും വിട്ടുകൊടുത്തില്ല. കെട്ടിയിട്ടെന്തിനാ? നാത്തുമ്പോര് കൂടി ഞാൻ കാണേണ്ടി വരും. ഓ, ഞാനൊരു പോരിനുമില്ലേ. ഒരു ഇത്താത്ത വന്നാൽ എല്ലാം ശരിയാവും. വീട്ടിൽ അനക്കാവും, എനിക്കൊരു കൂട്ടുമാവും. നമ്മുടെ ബുദ്ധിമുട്ട് അവസ്ഥയ്ക്ക് അറിഞ്ഞ് പൂർണ്ണ മനസ്സോടെ ആരെങ്കിലും വരുമെങ്കിൽ മാത്രം ഞാനൊരു നിക്കാഹ് കഴിക്കും. അല്ലെങ്കിൽ വേണ്ടടി. എൻ്റെ ഇക്കാക്ക് എന്തൊരു കുറവ്? നല്ല ജോലിയില്ലേ, ശമ്പളമില്ലേ, കഴിയാൻ വീടില്ലേ, നല്ല സൗന്ദര്യവും, അൽ മൊഞ്ചൻസ്, പിന്നെ എല്ലാത്തിലുപരി നല്ല സ്വഭാവം. എൻ്റെ ഇക്കാട് ഈ കരുതലും സ്നേഹമൊക്കെ കിട്ടാൻ ഭാഗ്യമുള്ള പെണ്ണായിരിക്കണം. ഇക്കാക്കുണ്ടാവും ഒരു പാവം പെണ്ണു. കേട്ടോടാ പൊട്ട. എന്തോന്നാ ഡാന്നോ ഇടി കാന്താരി? ഇക്കെൻ്റെ ചെവിയിൽ മൃദുവായി പിടിച്ചു. ഈടായിട്ട് പെണ്ണിനെ നാവിന് നീളച്ചിരി കൂടുന്നുണ്ട്. എൻ്റെന്ന് നല്ല തല്ല് കിട്ടിയിട്ട് കുറേയായി, അതിൻ്റെയാ. ഞാനത് കേട്ട് ഒന്ന് ഇളിച്ച് കാണിച്ചു. അല്ലെങ്കിൽ ഒരടി ഉറപ്പാണ്. ചെക്കൻ കലിപ്പിലാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടും. എൻ്റെ അടുത്തായതുകൊണ്ട് കുറേയൊക്കെ ക്ഷമിക്കും. പക്ഷേ ആള് പാവാട്ടോ. ഷഹന വീട്ടിലെത്തിയിട്ടും അവളുടെ മനസ്സ് നിറയെ ഫൈസലായിരുന്നു. കുഞ്ഞി കടുങ്കാപ്പി മിടികളുള്ള മൊഞ്ചൻ. എന്ത് രസമാണ് അവൻ്റെ ആ കണ്ണുകൾ. അതിൽ നിന്നും നോട്ടം എടുക്കാൻ കഴിയില്ല. ഒരു മോഡലില്ലാത്ത നിഷ്കളങ്കൻ. ഇത്താത്ത. ഷഹനയുടെ കുഞ്ഞനിയൻ ഷിയാസ് അവിടേക്ക് വന്നു. അവർ 2 മക്കളാണ്, ഷഹനയും ഷിയാസും. ആമിന ആലിയാർ ദമ്പതികളുടെ മക്കൾ. ഷിയാസ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഷഹനക്ക് 22 വയസ്സും. ടീച്ചറാവണമെന്നുള്ള അവളുടെ വലിയ ആഗ്രഹം ഇന്ന് നിറവേറി. ഇത്താത്ത, അവിടെ കുറേ കുട്ടികളുണ്ടോ? എവിടെയാണ് കുട്ടാ? ഇത്താത്ത പഠിപ്പിക്കുന്ന സ്കൂളിൽ. പിന്നെ നിന്നെ പോലെ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അവർക്കൊക്കെ നിന്റെ അത്ര കുരുത്തക്കേടില്ല കേട്ടോ. പോടി കൊരങ്ങി. ഷിയാസ് പിണങ്ങി. അച്ചോടാ, അപ്പോഴേക്കും എൻ്റെ കൂട്ടം പിണങ്ങിയോടാ ചക്കരെ. എൻ്റെ ഷിയാസിന് ഞാൻ എന്താ വാങ്ങിക്കൊണ്ടെന്ന് നോക്കിയേ. ഷഹന ബാഗിൽ നിന്ന് വലിയൊരു ഡയറി മിൽക്ക് പുറത്തെടുത്തു. ഹായ് ഡയറി മിൽക്ക്, താങ്ക് യു താത്ത. അവൻ ഷഹനക്ക് ഉമ്മ നൽകി അതുമായി പുറത്തേക്ക് ഓടിപ്പോയി. അവരുടെ ഉപ്പയുമ്മയും കടന്നു വന്നു. ഷഹന, ജോലി കിട്ടിക്കഴിഞ്ഞ് നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാന്നായിരുന്നു എൻ്റെ മോള് പറഞ്ഞത്. ഇപ്പോൾ ജോലി കിട്ടി, ഇനി വൈകിപ്പിക്കണ്ട. അതെ, പെണ്ണിന് പ്രായം എത്രയാണെന്ന വിചാരം. ഈ സമയത്തൊക്കെ എനിക്ക് നീയും ഷിയാസും ജനിച്ചു, ഉമ്മ പറഞ്ഞു. എൻ്റെ ഉപ്പ, നിക്കാഹ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണം. ഉപ്പ ആലോചിച്ചോ, ഞാൻ റെഡിയാ. ഷഹന പറഞ്ഞു കേട്ട് അവരുടെ മുഖം തെളിഞ്ഞു. അയ്യടി, അവിടെ ഒരു നാണം. കൂടുതൽ നാണിക്കണ്ട കേട്ടോ പെണ്ണെ, ഉമ്മ കളിയാക്കി. നിങ്ങളിത് എന്താ ഉമ്മ പറയുന്നത്? വിവാഹപ്രായമൊക്കെ ആയ പിന്നെ പെൺകുട്ടികൾക്ക് നാണം വരാണ്ടിരിക്കോ? ഷോ. ഷഹനയും വിട്ടുകൊടുത്തില്ല. അല്ല മോളെ, നിന്റെ അറിവിലെങ്ങാനും ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, പറയാൻ പറ്റില്ല. വല്ല പ്രേമോ? എൻ്റെ ഉപ്പച്ചി, ഇത്രയും നാളായല്ലോ, ഞാനങ്ങനെ പ്രേമിച്ച് വല്ല പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ഇനി ഷഹന പറഞ്ഞു നിർത്തി. ആ, ബാക്കി പോരട്ടെ. ഇനി? ഉപ്പ പ്രോത്സാഹിപ്പിച്ചു. ഇനി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. അതെന്താ മോളെ അങ്ങനെ? അതുപ്പച്ചി, ഞാനേ ഇന്നൊരു മൊഞ്ചൻ ചെക്കനെ കണ്ടു. ആഹാ, എവിടെ വെച്ച്? സ്കൂളിലെ ഹിസ്റ്ററി സാറാണ്, പേര് ഫൈസൽ. ആഹാ, കൊള്ളാം. ഇന്ന് പോയി തുടങ്ങിയതേ ഉള്ളൂ. പെണ്ണിന്റെ ഒരു അഹങ്കാരം. നിങ്ങളാ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നേ. ഉമ്മ കലിപ്പിലായി. നീ ഒന്ന് അടങ്ങന്റെ ആമിന, മോളായിട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ഉപ്പ പിന്താങ്ങി. ഒന്നേ ഉള്ളെങ്കിലേ ഓലക്കൊക്കെ അടിക്കണമെന്നാ ഉമ്മ പറഞ്ഞു. എന്താ എൻ്റെ ഉമ്മച്ചി, ഞാൻ ഓന്റെ കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നീ പറ മോളെ, ആളുടെ സ്വഭാവം എങ്ങനെയാ? അറിയില്ല ഉപ്പച്ചിയെ, ഇന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ, ഷഹന പറഞ്ഞു. ആ, പതിയെ ഒന്ന് തിരക്ക് കേട്ടോ. നല്ല സ്വഭാവമാണേ നമുക്ക് നോക്കാന്നേ, ഉപ്പ പറഞ്ഞു കേട്ട് ഷഹനയുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉദിച്ചു. ഫൗസിയും ആഷിയും കോളേജ് കഴിഞ്ഞ് മടങ്ങിയായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം ഏതാണ്ടെല്ലാം ഉറപ്പിച്ചു. ഫൗസിയുടെ ഉപ്പ ആഷിയെയും വീട്ടുകാരെയും കുറിച്ച് തിരക്കി. നല്ല കൂട്ടരാണ്. ആഷിക്ക് ഒറ്റ മകനാണ്. അവൻ്റെ ഇഷ്ടങ്ങൾക്ക് ആ വീട്ടിൽ ആരും എതിരല്ല. അതുകൊണ്ട് തന്നെ ഫൗസിയുടെ ഉപ്പ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായി. പഠനം കഴിഞ്ഞ് ആഷിക്കൊരു ജോലിയൊക്കെ ആയിട്ട് നിക്കാഹ് നടത്താമെന്നാണ് അവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അവരോട് ആർക്കും എതിർപ്പില്ല. ഫൗസിയെ ആഷിയാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. അവർ ബൈക്കിലായിരുന്നു. എടി ഫൗസി. ഓ, എന്താ ഇക്ക? അതെ, ഒരു പാട്ടില്ലേ, അതിൽ ആ രംഗം നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? ഏത് പാട്ട്? ഏത് രംഗം? മറ്റേ കബീർ സിംഗിലെ ഹിന്ദിയിലെ ബേക്കയാലി സോങ്, ആ ഷാഹിദ് കപൂറൊക്കെ അഭിനയിച്ചതേ. ആ, അതിലേത് രംഗം? അത് പിന്നെ നിങ്ങൾ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയിക്ക. ആ സോങ്ങിലെ നായികയും നായകനും കൂടി ബൈക്കിൽ പോകുമ്പോ നായിക അവനെ മുഖം തിരിച്ച് ബൈക്കിൽ നിന്ന് രണ്ടുപേരും കൂടി ലിപ്പടിക്കില്ലേ,
ആഷി പറഞ്ഞു നിർത്തി. ബാക്കി ഞാൻ പറയാം. ഞാൻ കണ്ടതാണ്. ലിപ്പടിച്ച് രണ്ടും കൂടി ബൈക്ക് നിയന്ത്രണം തെറ്റി ചെന്ന് ഗ്രൗണ്ടിൽ 2 ദിക്കിലായി രണ്ടും വീഴും. എന്നിട്ടും മതിയാവാതെ രണ്ടും കൂടി എഴുന്നേറ്റ് വന്ന് അവിടെ നിന്ന് വീണ്ടും ലിപ് ലോക്ക്. ആ അതന്നെ, നമുക്ക് നോക്കിയാലോ? എടാ കാലമാടാ, മനുഷ്യനെ പാണ്ടിലോറിയുടെ അടിയിലേക്ക് കയറ്റാൻ നിനക്ക് ഇത്ര പൂതിയോ? ഇക്കാലം അത്രയും എന്നെ സോപ്പിട്ട് എത്ര ലിപ്പടിച്ചതാ. അതൊന്നും മതിയാവാഞ്ഞിട്ടാണോ ഇനി എൻ്റെ ഉള്ള ആയുസ് കൂടി തീർക്കാൻ? തെണ്ടി. എന്താടി ദുഷ്ടേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞല്ലേ, വേണമെങ്കിൽ വേണ്ട. അച്ചോടാ, അപ്പോഴേക്കും പിണങ്ങി കൂസേ. അതൊക്കെ അപകടമല്ലേ? സിനിമ പോലെയല്ലേ ജീവിതം. അല്ലേടി, അപ്പോ എന്നാ നമ്മുടെ നിക്കാഹ്? നിക്കാഹോ? അത് ഇനി 3-4 വർഷമുണ്ട്. ഓഹ്, അതുവരെ കാത്തിരിക്കണല്ലേ? ശോ, ചെക്കനൊരു ആക്രാന്തം. വിവാഹം കഴിഞ്ഞാലും എന്നെ അങ്ങനെ കിട്ടുന്നു വിചാരിക്കണ്ട കേട്ടോ. അതെന്താടി ഫൗസി അങ്ങനെ? ആ അതൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ വേഗം ഒന്ന് ഡ്രൈവ് ചെയ്യും. ഇന്നെങ്ങാനും വീടെത്തുവോ? ഇത് ഹെലികോപ്റ്റർ അല്ല, ഒറ്റയടിക്ക് വീടെത്താൻ. ഇത്രയും സ്പീഡ് ഇതിനുള്ളൂ. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് മെഹസത്തെ വിളിച്ചത്. അത് കണ്ടപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. ഹലോ പൊന്നു. ആ ഇത്തൂസെ, ഈ കോള് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിന്നെ ഒന്ന് വിളിക്കണം തോന്നി. നമ്മൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. എനിക്കിപ്പോൾ നീ എൻ്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാണ്. ഞങ്ങൾ 3 മക്കളാണ്, ഇക്കയും ഞാനും ഒരു ഇത്തയും. ഇക്കയുടെ പേര് ഫിറോസ്. ഇക്ക ബാംഗ്ലൂരിൽ LLBക്ക് പഠിക്കുവാണ്. പിന്നെ ഇത്ത മുഹസിന. കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ളൊരു മോളുണ്ട്. അവർ ഫാമിലിയായിട്ട് ദുബൈയിൽ സെറ്റിൽഡ് ആണ്. ആഹാ, ഉപ്പയും ഉമ്മയൊക്കെ? ഉമ്മ ഹൗസ് വൈഫ്, ഉപ്പാക്ക് ബിസിനസ്സാണ്. പൊന്നുവിൻ്റെ ഉപ്പാക്ക് എന്താ ജോലി? എൻ്റെ ഉപ്പ ഓട്ടോ ഡ്രൈവറാണ്. ആഹാ, ഉപ്പാക്കും ഇക്കാക്കും എല്ലാം സുഖല്ലേ? ഓ സുഖാണ് ഇത്തൂസേ. അവിടെയോ? ഇവിടെയും എല്ലാവർക്കും സുഖം. പിന്നെ പൊന്നു, ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാവോ? അത് പിന്നെ ഉമ്മയെ ഒരിക്കൽ പോലും മിസ് ചെയ്തിട്ടില്ലേ? മൈസേത്തിയുടെ ആ ചോദ്യത്തിന് ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഇത്തൂസെ, അതിനുള്ള അവസരം ഒരിക്കൽ പോലും എൻ്റെ ഉപ്പയ്ക്കും തന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഇക്കയാണ് എൻ്റെ എല്ലാം. ഉമ്മ ഇല്ലെന്നൊരു വിഷമമുണ്ടാവാൻ ഇക്ക ഇന്നവരെ സമ്മതിച്ചിട്ടില്ല. അല്ലടി, അപ്പൊ നിനക്ക് ഇക്കയോട് സ്വകാര്യ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടിയില്ലേ? എന്തിനാ ഇത്തൂസെ? എല്ലാ പുരുഷന്മാർക്കും ഒരു സ്ത്രീയെക്കുറിച്ച് നല്ലപോലെ അറിയാം. പക്ഷേ ആ ഭാവം അവർ കാണിക്കില്ല. പെങ്ങളായി തന്നെ കാണുന്ന ഇക്കമാരുണ്ടിത്താൻ. ലോകം മാറും, പക്ഷേ എല്ലാവരും ഒരേപോലെയല്ല. ആ അതൊക്കെ പോട്ടെ, ആഹാരം കഴിച്ചോ? ഓ കഴിച്ചിത്താ. ആരാ പാചകം ചെയ്യുന്നത്? ഇക്ക. ആഹാ, ഇക്ക നല്ല കുക്കാണോ? ഓ, ഇവിടെ എല്ലാം ഉണ്ടാക്കുന്ന ഇക്കയാണ്. നല്ല പാചകക്കാരനാണ്. ഇത്ത കഴിച്ചോ? ഇല്ലടാ, സമയമായിട്ടില്ല. ഇവിടുത്തെ ഫുഡൊക്കെ കണക്കാണ്. ഹോസ്റ്റലല്ലേ, അതുകൊണ്ട് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു. ആഹാ, ഹോസ്റ്റലിലാണോ? അപ്പൊ വീട്ടിൽ പോവാറില്ലേ? പോവടാ, അടുത്ത മാസം ഫിറോസിക്ക് വരും. അപ്പൊ എന്നെ കോളേജിൽ കൊണ്ടുവിടാനൊക്കെ ഇക്ക മതി. ഇതെന്നും ബസ്സിൽ യാത്ര ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ്. ഇക്ക വന്ന അതിനൊന്നും സമ്മതിക്കില്ല. ഇക്കയുടെ പഠിത്തം കഴിഞ്ഞോ? ആ, ഈ മാസം കഴിയും. അപ്പൊ നാട്ടിലേക്ക് വരും. ഇനി പോകുന്നില്ലെന്നാ പറയുന്നത്. എന്നാ ശരി തൂസേ, ഇക്ക വിളിക്കുന്നു. നാളെ കാണാം. ആ ശരി പൊന്നു, ഗുഡ് നൈറ്റ്. കോൾ കട്ടായി. നോക്കിയപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് ഫൈസലിക്ക് നിൽക്കുന്നു. അല്ലടി പൊന്നു, ഞാനെപ്പോഴാണ് നിന്നെ വിളിച്ചേ? ഇക്ക ചോദിച്ചു. അത് പിന്നെ ഒരു രസത്തിന്. എന്ത് രസം? കള്ളി. ആരായിരുന്നു ഫോണില്? മേസയിത്ത. ആ അന്നിവിടെ വന്നല്ലേ? ആ അതന്നെ. പാവം കുട്ടിയാന്നാ തോന്നുന്നേ. എനിക്കിഷ്ടമായി. പാവൊക്കെ തന്നെയാ. ഇയാളങ്ങനെ ഇപ്പൊ ഇഷ്ടപ്പെടണ്ട കേട്ടോ. എന്നാ പോട്ടെ, വേണ്ട. പിറ്റേന്ന് രാവിലെ ഫൈസൽ പൊന്നുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ ബൈക്ക് തിരിച്ചു. ജംഗ്ഷനിലെത്തിയപ്പോൾ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കി. ഓടി വരുന്ന ആളെ കണ്ട് അവൻ മന്ത്രിച്ചു. ഷഹന. ഷഹന ഓടി വന്ന് ബൈക്കിൽ കയറിയിരുന്നു. ഫൈസൽ അന്തം വിട്ടിരുന്നു. പോവാം, അവൾ പറഞ്ഞു. എവിടെ? താൻ എങ്ങോട്ടാ? ഇറങ്ങിക്കേ, ഫൈസൽ പറഞ്ഞു. അയ്യടാ, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല സാറേ. സാറ് സ്കൂളിലേക്കല്ലേ, ഞാൻ അങ്ങോട്ടേക്കാ. അപ്പൊ പിന്നെ എന്നെയും കൂടി കൊണ്ടുപോകൂടെ സാറേ? ഷഹന പറഞ്ഞു കേട്ട് ഫൈസൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ബൈക്ക് എടുത്തു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സൈഡ് മിറർ അല്പം ഉയർത്തി വെച്ചു. മൊഞ്ചത്തി വായി നോക്കിയാണ്. സാമൂഹ്യ അകലം പാലിച്ചൊക്കെയാണ് പുള്ളിക്കാരുടെ ഇരുത്തം. ഇപ്പൊ ശരിയാക്കി തരാട്ടോ കാന്താരി, അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ടു. അറിയാതെ ഷഹന ഫൈസലിനോട് കൂടുതൽ അടുത്തു. അവൾ അവൻ്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു. ഫൈസൽ വീണ്ടും ഞെട്ടി. പെണ്ണ് കൊള്ളാലോ. അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കി. കരിമഷിയിട്ട കുഞ്ഞി കണ്ണുകൾ. ഉഫ്. പെട്ടെന്ന് അവൻ നോട്ടം പിൻവലിച്ചു. വേണ്ട, ഒന്നും ശരിയാവില്ല. പ്രേമൊന്നും എനിക്ക് പറഞ്ഞല്ല. ഷഹന ആരുടെയെങ്കിലും പെങ്ങളായിരിക്കും. അവളെക്കുറിച്ച് അവളുടെ വീട്ടുകാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ കാണും. ഞാനായിട്ടൊന്നും തകർക്കുന്നില്ല. എനിക്കുള്ളത് എന്തായാലും എന്നെ തേടി വരും. അതാലോചിച്ചപ്പോൾ ഫൈസലിന്റെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരി. ഷഹന ശ്രദ്ധിച്ചു.
ബൈക്കിൽ നിന്നിറങ്ങി ഒരുമിച്ച് നടന്നു വരുന്ന ഷഹനെയും ഫൈസലിനെയും ജിൻസി ടീച്ചർ ഇമ്മവട്ടാ നോക്കി നിന്നു. സാറും ടീച്ചറും നല്ല ചേർച്ചയാണ്. നടന്നു വരുന്ന കണ്ട ആങ്ങളെയും പെങ്ങളുവാണെന്നേ പറയൂ. ജിൻസി ടീച്ചർ പറഞ്ഞു കേട്ട് ഫൈസൽ ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. ഷഹന അവിടെ തന്നെ നിന്നു. ജിൻസി ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണ്. ആണ് ടീച്ചറെ, നിങ്ങൾ നല്ല മാച്ചാണ്. എന്തുകൊണ്ടും ടീച്ചർക്ക് സാറ് ചേരും. നല്ല സ്വഭാവമാണ്, ഒരു പഞ്ചപാവം. അങ്ങനെയാണെങ്കിൽ ഉടനെ ഒരു കല്യാണ ട്രീറ്റ് കിട്ടും. ജിൻസി ടീച്ചർ പറഞ്ഞു കേട്ട് ഷഹനക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ അതവൾ പുറമെ പ്രകടിപ്പിച്ചില്ല. ഉച്ചയ്ക്ക് ഫൈസൽ കഴിക്കാനിരുന്നപ്പോഴാണ് ഷഹന അവിടേക്ക് വന്നത്. ആഹാ, സാറ് ഒറ്റയ്ക്കാണോ? ഞാനുണ്ട് കമ്പനിക്ക്. പാത്രവുമായി ഷഹന ഫൈസലിനെതിരായി കസേരയിലിരുന്നു. ഫൈസൽ പാത്രം തുറന്നു. അതിൽ ചോറും അച്ചാറും പിന്നെ ടിന്നിൽ ഏതോ ഒരു കറിയും. ഇതേതാ സാറേ കറി? വെണ്ടക്ക കറിയാണോ? ഞാൻ എടുത്തോട്ടെ. ഓ, അതിനെന്താ? ഷഹന കറി രുചിച്ചു. നല്ല ഉഗ്ര രുചി. എന്താ സ്വാദ്! ഇത്ര രുചിയുള്ള സ്പെഷ്യൽ കറി ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഉമ്മയുണ്ടാക്കിയാണോ സാറേ? ഷഹനയുടെ ചോദ്യം കേട്ട് ഫൈസൽ പെട്ടെന്ന് ഉമ്മയെക്കുറിച്ച് ഓർത്തു. സ്നേഹം കൊണ്ട് തന്നെ മൂടിയിരുന്ന ഉമ്മച്ചി. അതോർത്തപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു. അതാരും കാണാതിരിക്കാൻ പാത്രം അടച്ചു വെച്ച് അവൻ എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഷഹന കാര്യമറിയാൻ നിന്നു. ജിൻസ് ടീച്ചർ അവൾ വിളിച്ചു. ടീച്ചറെ, സാറിൻ്റെ ഉമ്മ സാറിൻ്റെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. ടീച്ചർ പറഞ്ഞു കേട്ട് ഷഹനയുടെ കണ്ണു നിറഞ്ഞു. അവൾക്ക് പിന്നൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. പാത്രം അടച്ചു വെച്ച് അവൾ എഴുന്നേറ്റു. വരാന്തയിൽ നിൽക്കുന്ന ഫൈസലിൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ് അവൻ. ഇക്ക. പെട്ടെന്നുള്ള ഷഹനയുടെ വിളിയിൽ ഫൈസലിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷവും അത്ഭുതവും അലതല്ലി. ഷഹന. അവൻ അറിയാതെ വിളിച്ചുപോയി. സോറി ഇക്ക, ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കുക. ഷഹന പറഞ്ഞു. ഏയ്, എന്തിനാണോ സോറി? ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ഓർത്തുപോയി. വീട്ടിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ഫൈസൽ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിഫലമായി. ഇക്കയുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. എനിക്ക് ഇക്കയെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ. ഷഹന പറഞ്ഞു. സാറില്ലെന്ന് പറഞ്ഞില്ലേടി, പോട്ടെ. നീ മനഃപൂർവ്വമല്ലല്ലോ, അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ. എൻ്റെ ഉമ്മ എനിക്ക് 16 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഒരു പനിയിൽ തുടങ്ങിയതാ, പിന്നെ ന്യൂമോണിയ. എൻ്റെ ഉപ്പയും പെങ്ങളുവാ ഇപ്പം എൻ്റെ എല്ലാം. അവളാണ് എൻ്റെ ലോകം. ഞാൻ ജീവിക്കുന്നതന്നെ അവൾക്ക് വേണ്ടിയിട്ടാ. ഫൈസൽ പറഞ്ഞു. ഉപ്പ വേറെ വിവാഹമൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങൾക്ക് വേണ്ടിയാ ഉപ്പ ജീവിക്കുന്നത്. പെങ്ങളെന്ത് ചെയ്യുന്നു? എന്താ പേര്? ഫഹിമ മെഹർ, എൻ്റെ പൊന്നു. അവൾ കോളേജിൽ പഠിക്കുന്നു, 1ാം വർഷം. ആഹാ, ഉപ്പാക്കെന്താ ജോലി? ഓട്ടോ ഡ്രൈവർ. അല്ല, തന്നെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയൻ. അനിയൻ്റെ പേര് ഷിയാസ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആഹാ, ഞാൻ അവനെ കാണാൻ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ഓ, അതിനെന്താ, എപ്പോൾ വേണമെങ്കിലും വരാം. വിളിച്ചിട്ട് വരണമെന്നേ ഉള്ളൂ. അതെന്താ ടീച്ചറെ, കൊട്ടേഷൻ കൊടുക്കാനാണോ? ഏയ് അല്ല സാറേ, പറഞ്ഞാൽ ഞാൻ വായിൽ വെക്കാൻ കൊള്ളുന്ന വല്ലതും ഉണ്ടാക്കി വെക്കാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോഴേക്ക് ഉച്ചക്കത്തെ മണി മുഴങ്ങി. അവർ പിരിഞ്ഞു. മഴയിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന ഫഹിമ. ഹാരി ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്തോറും അവൾ പുറകിലേക്ക് നടന്നു. ഒരു മതിലിൽ തട്ടി അവൾ നിന്നു. ഹാരി അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ നാണത്താൽ അവളുടെ മുഖം ചുവന്നു. കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം അവൻ പതിയെ പിടിച്ചുയർത്തി. അവളുടെ കരിമഷി പടർന്ന ഉണ്ട കണ്ണുകളും നനഞ്ഞു കുതിർന്ന നാണത്താൽ നിൽക്കുന്ന ഫഹിമയും അവനിലെ വികാരത്തെ ഉണർത്തി. അവൻ അവളുടെ കൈകൾ മതിലിനോട് ചേർത്ത് ഇടുപ്പിൽ മുറുകെ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. വികാരം അലതല്ലുന്ന കണ്ണുകളിലേക്ക് അവൻ ഉറ്റുനോക്കി. ഇരു കവിളിലും പതിയെ പിടിച്ച് അവളുടെ ആ ചുവന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി. ഒരു നിമിഷം അവൾ 2 കണ്ണുകളും പതിയെ അടച്ചു. അവൻ അവളുടെ ചുണ്ടുകളിലെ മധുരം നുകർന്നു. മേസ കണ്ണുകളടച്ച് എല്ലാം മറന്നു നിൽക്കുകയായിരുന്നു. അവൻ്റെ അതരങ്ങൾ അവളുടെ ചുവന്നു തുടുത്ത അതരങ്ങളിൽ കുസൃതി കാണിച്ചപ്പോൾ അവളെല്ലാം മറന്ന് അവനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന അവളുടെ കാർക്കൂന്തൽ വകഞ്ഞു മാറ്റി. സ്വർണ്ണക്കമ്മൽ തൂങ്ങിക്കിടക്കുന്ന ചെവിയുടെ താഴെ ചെമ്മൻ രോമങ്ങൾ വളർന്നു നിൽക്കുന്ന അവളുടെ ആ പിൻകഴുത്തിൽ അവൻ പതിയെ ചുണ്ടുകൾ അമർത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.